പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു ചെടി ആണ്, സെലറിയോ എന്താണ് ഇതിൻ്റെ പേരെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ല, ഇത് നിറയെ പൂക്കളാണ്. ഇതിങ്ങനെ കൊലകൊലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. പിന്നെ ഇത് നമ്മളാദ്യം ചട്ടിയിൽ വെച്ചിരുന്നു. ചട്ടിയിൽ വെച്ചപ്പോൾ അത്ര ഒരു ഇതായിട്ടിങ്ങനെ വളരുന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ പറമ്പൊക്കെ മാറ്റിയിട്ട് അവിടെ ഉണ്ടാക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ മണ്ണിൽ വെച്ചപ്പോൾ അത് പിന്നെ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് നല്ല വളരുന്നുണ്ട്. ഇത് ഓരോ കൊലക്ക് 1 മീറ്ററിലൊക്കെ ഏറെ വലിപ്പമുണ്ട് കേട്ടോ. ഇത് നിറയെ പൂക്കളാണിത്. വേണ്ടിയില്ലേ, ഇതിങ്ങനെ ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, ഇത് ഫുള്ള് പൂക്കൾ ഒക്കെ ഇങ്ങനെ വിരിയാനായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതിൻ്റെ കൊലകൊലായിട്ട് നിറയെ പൂക്കൾ. ഇത് വേണ്ടിയില്ലേ, ഇതൊക്കെ ഇവിടെയൊക്കെ പിന്നെ ഈ ഭാഗത്തും ഇതൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ. അത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇങ്ങനെ പിന്നെ പൂവായിട്ട് വരണുള്ളൂ കേട്ടോ. പൂ വിരിഞ്ഞിട്ടില്ല, മൊട്ടുകളിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ചട്ടിയിൽ അത്ര പെട്ടെന്ന് വളരാനായിട്ടുള്ളൊരു ഇതില്ല. പിന്നെ അത് വെയിലുള്ള സ്ഥലത്തായാലും ഇത് പൂവിടുന്നില്ല കേട്ടോ. വെയിലുള്ള സ്ഥലത്ത് ഇതിന് വളർച്ച കുറവാണ്. നമ്മൾ ഈ പട്ട അവിടെ ഒരു തടസ്സമാണ് ഇതിന്. അപ്പോൾ വേണ്ടിയില്ല, ഇതിനി ഒരുപാട് വലുതാവും. ഇത് ഇങ്ങനെ കൊണ്ട് നിലത്ത് തട്ടോളം കൊണ്ട് വളരുന്നുണ്ട് കേട്ടോ. വേണ്ടിയില്ല, ഇവിടെയൊക്കെ നിറയെ പൂക്കളാണ്. ഇതിൻ്റെ കമ്പ് കുഴിച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വേരുമ്പോൾ പുതിയ തൈകളായിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തൈയാണ് കേട്ടോ. നമുക്കിങ്ങനെ പറിച്ച് കണ്ട് വേണമെങ്കിൽ ചട്ടിയിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിലത്ത് നേരിട്ട് നടുകയൊക്കെ ചെയ്യാം. നല്ല വളർച്ചയുള്ള നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അത് തണുപ്പുള്ള സ്ഥലത്താണ് ഇത് ശരിക്ക് പൂടുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ നിലത്ത് നട്ട് വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്തായതുകൊണ്ടാണ് ഇപ്പോൾ അത് പിന്നെ ഇത്രയും പിന്നെ നന്നായിട്ട് ഇത് പൂവിടുന്നത്. പിന്നെ നമ്മളൊരു 5-6 വർഷം 6-7 വർഷം മുന്നേ നമ്മൾ വയനാട് ഈ പൂപ്പൊലി നടക്കുന്ന പിന്നെ ഒരു ഇതുണ്ടല്ലോ, അവിടുന്ന് വാങ്ങിയതാണ് ഇത് തൈ കേട്ടോ. 2 തൈ വാങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു തൈ അത് അപ്പുറത്തുണ്ട് കേട്ടോ. അത് വെയിലുള്ള സ്ഥലത്തായതുകൊണ്ട് അതത്ര ഒരു പിന്നെ നല്ല ഉഷാറായിട്ട് പൂവിടണമൊന്നുമില്ല. പൂവിടാതെ അങ്ങനെ നിൽക്കുകയാണത്. ഇത് നമ്മൾ പിന്നെ വേണ്ടിയില്ലേ, ഇത് നിറയെ പൂക്കൾ. ഇത് ഇങ്ങനെ ഒരു മീറ്ററിലേറെ ഉണ്ട് ഇതിൻ്റെ വലിപ്പം കേട്ടോ. അതുപോലെ തന്നെ ഇത് വേണ്ടിയില്ലേ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഈ പൂവ് വരുന്നത്. ഇതൊക്കെ ഒരു 3/4 മീറ്ററോളം വലിപ്പമുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് വാസന ഒന്നുമില്ല കേട്ടോ. ഇത് രാത്രി ഇങ്ങനെ ലൈറ്റ് അടിച്ചത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു 6 ഇതളായിട്ടാണ് ഇത് വരുന്നത്. 6 അല്ല 5 ഇതളായിട്ട്, ഫുള്ളെല്ലാം 5 ഇതളാണ്. വേണ്ടിയില്ലേ, ഇതിനിങ്ങനെ ഇത് കുറേ ദിവസം നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 ദിവസം ഒന്നും അല്ല, ഒരു പൂ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇതങ്ങോട്ട് ഒരു പൂവ് ചാടി എന്നിട്ട് അത് പിന്നെ പൂവ് വിരിയാതെ വേറെ അപ്പം തന്നെ അതിന് വേറെ ഒന്നും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ ഈ കൊലയിൽ പോയിട്ട് പിന്നെ ചെറിയതായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗത്ത്. ഇതുണ്ടല്ലേ, നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. നമ്മൾ വലിയൊരു ചട്ടിയിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പിന്നെ തണുപ്പ് കാലത്ത് പിന്നെ ഈ തണുപ്പുള്ളിടത്ത് വെക്കുക. പൂവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയുള്ള സ്ഥലത്തേക്ക് മാറ്റിയൊക്കെ വെക്കട്ടോ. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു ചട്ടിയിലാണെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് ഒരു കാഴ്ചയുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ പൂവിടുന്ന നേരത്തെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മുറ്റത്തേക്കൊക്കെ മാറ്റി പിന്നെ നടുകയൊക്കെ ചെയ്യാം. കാരണം പിന്നെ ശരിക്ക് തണുപ്പ് വേണം ഇതിന്. തണുപ്പ് വെയിൽ കൊള്ളരുത്.
വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇത് നല്ല വളരുണ്ട് കേട്ടോ. ഒരു ഒന്നരാളെ പൊക്കത്തിലൊക്കെ ഉണ്ടാവും. വെച്ചിട്ട് വലിയൊരു പിന്നെ മരമായിട്ടിത് വളരില്ല. പിന്നെ വേര് മുകളിൽ കൂടെ പോവുക. ആ വേരുമ്പം തന്നെ പുതിയ തൈകൾ പൊട്ടിയുണ്ടാവുകയും ചെയ്യും. നമുക്ക് കമ്പ് നട്ടും ഇത് വളർത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് ഒരു ആമ്പൽ പറിച്ചിട്ട് ഒരു തൈ പറിച്ചിട്ട് നമ്മൾ മറ്റേക്ക് വെച്ചിട്ടോ. മറ്റേ ഈ കുളത്തേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കുളത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതൊരു കാണാനൊരു ഭംഗിയില്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വലുതായിട്ട് നമുക്ക് ഇതാക്കണം. പിന്നെ അവിടെ പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ഗപ്പികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ ഗപ്പികൾക്ക് കുറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗപ്പികൾക്ക് ചെറിയ കുട്ടികളിങ്ങനെ കാണുന്നുണ്ട്. ഈ ക്യാമറയിൽ എത്ര കാണുമെന്ന് അറിയണില്ല. ഇത് ക്യാമറ കിട്ടില്ല, അത്രയ്ക്ക് ചെറുതാണ്. ഇപ്പോൾ ഇന്നും ഇന്നലെ ഒക്കെ പാറ്റിയതാവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഈ ആമ്പലിന് കുറച്ച് മണ്ണ് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കണം. കുറച്ച് പിന്നെ ഈ നല്ല ഈ കറുത്ത മണ്ണുണ്ടല്ലോ, വയലിലൊക്കെ കിട്ടണ അങ്ങനത്തെ മണ്ണുകൾ നമുക്ക് കുറച്ച് സംഘടിപ്പിച്ച് കൊടുന്നിട്ട് കൊടുക്കാം. ഇത് കുറച്ച് പണി എടുക്കണം, അത് കുറച്ച് ദൂരത്തു നിന്ന് കൊണ്ടുവരാൻ ഉള്ളതാണ്. അപ്പോൾ ഗപ്പികൾക്ക് നല്ല കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് വേണ്ടില്ല, നമ്മൾ ആമ്പൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കും കേട്ടോ. ഈ ഒരു പിന്നെ ഇത് ഇതിമ്പോൾ പൂവൊന്നും ഉണ്ടാകുന്നില്ല. ഈ കരിമുത്തുകൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ പാടത്തൊക്കെ ഉള്ള ഒരു ഇതാണിത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുകയാണ് ഇവിടുന്ന്. നമ്മൾ അവിടെ ഈ ഒരു ഫിഷിൻ്റെ ഒരു പോണ്ടുണ്ട്, അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ചില്ലിൻ്റെ. അതിൽ നമ്മളതിൻ്റെ പിന്നെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ വള്ളികൾ. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ അത് പിന്നെ ഇതിൽ തന്നെ പറിച്ച് നടും ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല, നമ്മളൊന്നും നശിച്ച് പോവില്ല. ഏതായാലും ഏത് ചെടി നമ്മൾ നിലനിർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മളിവിടെ ഈ പുല്ലിന്ന് വെട്ടിയതായിരുന്നു കേട്ടോ. വെട്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട്, നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇത് പിന്നെ നമ്മളിതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ട്, ഇത് ഒരുപാട് വലുപ്പം ഉണ്ടായിരുന്നു, ഒരാൾ എകരുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് പിന്നെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുത്താണ്. നമുക്ക് ഈ പുല്ലിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കാണാനൊരു ഭംഗിയാണ്, വേണ്ടില്ല. ആ പുല്ലിൻ്റെ ആ സൈഡ് ഭാഗം നമ്മൾ ഈ പിന്നെ ഈ തൂണുമ്മലൊക്കെ പിന്നെ ഈ ചെടി ഇങ്ങനെ നിറയെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്, വേണ്ടില്ല. ഇവിടെ ഈ പിന്നെ ഈ ഒരു സൈഡ് നമ്മളത് വരെ ഇപ്പോൾ ഒരു ലൈന് ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുല്ലൊക്കെ നല്ല പിന്നെ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ വളം ചെയ്തിട്ടില്ല പുല്ലിന് കേട്ടോ. പുല്ല് ഏകദേശമൊക്കെ ഒന്ന് ഒരേ ലെവലിൽ കൊണ്ട് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് വളം ചെയ്ത് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. പിന്നെ ആലിൻ്റെ അവിടെയൊക്കെ പിന്നെ നല്ല പുല്ല് വളർന്നിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും വേണം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. എളുപ്പമുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗം കണ്ട് കട്ട് ചെയ്യുക. ഒരു പിന്നെ ഈ തളിര് നല്ല ഈ കളറ് വെക്കണതിൻ്റെ കുറച്ച് മേലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പച്ച കളറുള്ള ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ പിന്നെ കുഴിച്ചിടുക കേട്ടോ. ഒന്ന് പിന്നെ നല്ലൊന്ന് പ്രസ് ചെയ്ത് നല്ല അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടൈറ്റായി നിൽക്കണം, ലൂസാകരുത് മണ്ണ്, നല്ല ടൈറ്റായിട്ട് വെക്കുക. ഇതുപോലെ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് പിന്നെ നല്ല മണ്ണ് നല്ല ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ വേര് പെട്ടെന്ന് പിടിക്കും. മണ്ണ് എത്ര നല്ല അമർത്താൻ കഴിയുന്ന അത്ര അമർത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് പിന്നെ ഈ ഭാഗത്ത് ഇതൊന്ന് പിടിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൂമ്പ് ഇങ്ങനെ വന്നു തുടങ്ങണമല്ലോ. അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഇവിടെയൊക്കെ ചെടികൾ പിടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇതിൻ്റെയൊക്കെ വേര് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഒരു 5-6 ദിവസമായിട്ടുള്ളത്. 5 അല്ല, ഒരാഴ്ചയിൽ കൂടുതലായി. അതുപോലെ തന്നെ ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ, ഒരു മഞ്ഞ കളറാണ് അതിൻ്റെ ഇലക്ക്. ഇത് പൂച്ചെടി. അതുപോലെ തന്നെ അത് നമ്മൾ അതിൻ്റെ ഒരു ഇത് തൈ നമ്മൾ നിലത്ത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തൈ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് ഈ കുളത്തിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ അല്ലാതെ ആയിട്ട് ഇതിന് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, മഞ്ഞ കളറാണ്. ഈ ഇങ്ങനത്തെ ചെറിയ ചട്ടികളിലൊക്കെ നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണിത്, കണ്ടില്ലേ. നമുക്ക് വേണമെങ്കിൽ അത് ചെറിയ ഇനിയും പീസുകളാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ പീസ് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. ഈ ഭാഗം ഇവിടെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി ഇത് കണ്ടില്ലേ. ഇവിടെ കട്ട് ചെയ്താൽ നമുക്കൊരു ഗ്ലാസ്സിക്ക് നല്ല തിക്കായിട്ട് ഒരുപാട് കമ്പുകളും ഉണ്ടാവും ഇതിന്. ഈ ഭാഗം ഇങ്ങനെ ഒന്ന് കാണിച്ചത് ഇതുണ്ടല്ലേ, ഈ ഭാഗം ഇങ്ങനെ ഉണ്ട് ഇവിടെ വെച്ചാൽ. അപ്പോൾ ഇതിന്മേൽ ഒരുപാട് കമ്പുകളുണ്ടാവും. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് പിടിക്കും കേട്ടോ അത്. എന്നിട്ട് നല്ല ഒരുപാട് ഇതിൽ നമ്മളൊരു 8-10 കമ്പ് ഒന്നായിട്ടാണ് നട്ടതാണ് കേട്ടോ. ഇതിലല്ല എല്ലാ ഇതിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഈ ഒരുപാട് ഇത് നമ്മൾ ഇതിൽ ഒന്നിലൊരു 4-5 കമ്പ് ഒന്നായിട്ടാണ് നടും കേട്ടോ. എന്നിട്ട് നമ്മളിതിപ്പോൾ ഇനി നമുക്ക് എവിടേക്കാണ് നടേണ്ടതെന്ന് കരുതിയാൽ അവിടേക്ക് നമുക്കിത് മാറ്റി നടാം. ഇത് പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ, ഒരാഴ്ചയൊക്കെ മതി. ഇത് ചെറിയൊരു പേപ്പർ കപ്പാണ്. ആ കപ്പിൻ്റെ കാലാവധി തീരുമ്പോൾ തന്നെ വേര് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കീറിയെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു കുളത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ റോസിൻ്റെ കമ്പുകൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് റോസും റെഡ് കളറാണ്. ഇതിൽ 2 കളറാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ ഒരുപാട് പീസ് നമ്മളിത് മാതിരി ഇങ്ങനെ നട്ട് ഇതിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ പിടിക്കാത്ത കമ്പുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെന്താ വേറെ കമ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നടും ചെയ്യാം. ഇതുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് ചട്ടിയേക്ക് മാറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് തൈകൾ വളർത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗം വീട്ട് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണായിട്ട് ഒരു കത്തി കൊണ്ട് ഇതാക്കിയിട്ടുണ്ട് പൊന്തിച്ചാൽ അത് വേറൊന്നും കേടുവരാതെ നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു വള്ളിയാണ് കേട്ടോ. അത് ഒരുപാട് വലുതായി പടരും. അത് ഓരോ കോമ്പലായിട്ടാണ് ഉണ്ടാകുക. ഇത് കോളാമ്പിൻ്റെ ഒരു ഇതേമാതിരി ഒരു ചെടിയുണ്ട്. ഇത് കോളാമ്പി, ഒരു നീല കോളാമ്പിൻ്റെ മാതിരി വരണ അതല്ല കേട്ടോ. ഇതിൻ്റെ വേറെ ഡിഫറൻ്റാണ്. ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ നമ്മളൊരു 1.5 മീറ്ററൊക്കെ വലുപ്പം ഉണ്ടാവും. ഇതിൻ്റെ ഓരോരോ പൂക്കൾ ഒരു കൊലകളായിട്ട് താഴേക്ക് ഇങ്ങനെ വരണതാണ്. ഇത് നമുക്കൊരു വലിയൊരു തൂണുമ്മൽ ഒക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും ഇത് കാണാൻ. പിന്നെ നമ്മൾ വെള്ള മല്ലികയാണ് കേട്ടത്. വെള്ള മല്ലിക ഇതിങ്ങനെ വെള്ള കളറാണ് അത്. അതിൻ്റെ മഞ്ഞയുണ്ട് കേട്ടോ. ഇതിനൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ജന്തുക്കളൊക്കെ വന്നിരുന്നു എന്താണോ മരുന്നടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ശരിയാവുന്നുണ്ട്. ഇതിനുണ്ടായിരുന്ന ആ കംപ്ലൈൻറ്റ് നമ്മൾ മരുന്നടിച്ചപ്പോൾ പോയിട്ടുണ്ട്. ഇത് വെള്ളയും ഇത് മഞ്ഞയാണ്. 2 കളറാണ് ഉള്ളത് കേട്ടോ. 2 കളറ് മല്ലികയാണ്. ഈ ഒരു കളറ് ചെടി നമ്മൾ ഇൻഡോറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇൻഡോർക്ക് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ തണൽ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇതിങ്ങനെ ഈ കളറായിട്ട് വരും കേട്ടോ. നമ്മൾ കുറച്ച് വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇത് കടും ഇങ്ങനെ ഈ ഒരു കളറായിട്ട് വരും. ഈ തണലത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു കളറ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കുറച്ച് വെയിലത്ത് വെച്ചപ്പോൾ ഉള്ള ഒരു കളറായതാണ്. വെയിൽ തീരെ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. ഇൻഡോറാക്കി വെക്കുകയാവുന്നത് നല്ലത്. ഇൻഡോറാക്കുമ്പോൾ കുറേ ആകുമ്പോൾ ഇതിൻ്റെ ആ ഭംഗി അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇൻഡോറാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതവിടെ അകത്ത് വെച്ചപ്പോൾ ഇതിന് ഒരു വളർച്ചൻ്റെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് നല്ല ഒരു ഗ്രോത്ത് കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അകത്തേക്ക് തന്നെ മാറ്റി വെക്കട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇൻഡോർ ആക്കാൻ പറ്റിയ ചെടികളാണ്. ഇൻഡോർ ചെടികളാണിത്.
ഇവിടെ ഇതൊക്കെ ഇൻഡോർ ചെടികൾ തന്നെയാണ് കേട്ടോ. നമുക്ക് പിന്നെ അതിൻ്റെ വളർച്ച മുരടിക്കുമ്പോൾ നമുക്ക് ഒന്ന് പുറത്ത് കൊടുന്നിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കുക. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ആ ഗ്രോത്ത് ഇങ്ങനെ വരുമ്പോൾ ഗ്രോത്തായി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ അങ്ങോട്ട് ഇൻഡോർ ആക്കുകയും ചെയ്യാം. ഇൻഡോർ ഈ CC പ്ലാന്റ് ഇത് പിന്നെ അകത്ത് വെച്ചപ്പോൾ അങ്ങോട്ട് ഇതായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ നന്നായി വരികയാണ് കേട്ടോ. നന്നാകുമ്പോൾ കുറച്ച് നന്നാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് തന്നെ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഓർക്കിഡിൻ്റെ പൂവ് ഇതേണ്ടില്ല, ഇത് ഒരുപാട് ദിവസമായിട്ടത്. ഓർക്കിഡ് ഇത് ഒരുപാട് ദിവസം നിൽക്കും. പിന്നെ 4 മാസം 5 മാസമൊക്കെ നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നെ ഈ ഒരു മാസം മുൻപ് ഞാൻ കാണിച്ചതാണ്. ഇതിപ്പോഴും അങ്ങനെ തന്നെ ഈ ഒരു പൂവിനൊരു മാറ്റവും ഇല്ല കേട്ടോ. അത് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഈ ഓർക്കിഡ് ഇതും പിന്നെ ഒരുപാട് ദിവസമായി. ഇത് ചെറിയ കൊലയാണ് കേട്ടോ, അത് വലിയ കൊല ആവും. ഇത് നമ്മളിപ്പം പുതിയ തൈ പിരിച്ച് നട്ടതുകൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ പൂക്കളായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ അതിൻ്റെ മഞ്ഞ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നല്ല കൊലയായിട്ട് ഇത് കണ്ടില്ലേ, ഇത് വലിയ കൊലയാണ്. ഇതിലേറെ വലുപ്പം ഉണ്ടാവും കേട്ടോ, 1 മീറ്ററൊക്കെ വലുപ്പമുള്ള പിന്നെ പൂക്കളുണ്ട്. അതൊക്കെ നമ്മൾ പുതിയ തൈ വെച്ചതിൽ പിന്നെ ആയതുകൊണ്ടാണ് ഇത് ഇത്ര ചെറിയ പൂക്കൊലാകാൻ കാരണം. അല്ലാതെ 1 മീറ്ററൊക്കെ വലുപ്പമുള്ള കൊലകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പിന്നെ ഇത് ഇങ്ങനെ കാണിച്ചെങ്കിൽ ഇത് പിന്നെ ശരിക്കും അതിൻ്റെ ആ ഒരു കളറ് കിട്ടുള്ളൂ കേട്ടോ. ഇത് ഈ ഒരു പിന്നെ വള്ളിൻ്റെ ഇടയിൽ കുടുങ്ങിയോണ്ട് നമുക്കൊന്ന് മാറ്റിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ടട്ടിൽ വൈന് ഇത് വേണ്ടില്ലേ, നല്ല പിന്നെ വലുപ്പത്തിൽ ഇത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വളർച്ചയ്ക്ക് കുറച്ചൊരു ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിന് ഇന്നലെ വളം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വളം ചെയ്ത് ഇപ്പോൾ ഉഷാറായി ഇങ്ങനെ വളരും തോന്നും. പിന്നെ നല്ല വളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബിഗോണിയാണ് കേട്ടോ. അത് ബിഗോണിയ ഉണ്ട്. നമ്മൾ പിന്നെ ഓർക്കിഡ് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസീവ് ആണെങ്കിൽ ഇത് ഒരുപാട് ദിവസം ഇത് നിൽക്കട്ടെ. ഈ ഓർക്കിഡിൻ്റെ പൂവ് പിന്നെ 4 മാസം 5 മാസമൊക്കെ ഇതുപോലെ തന്നെ കുട്ടികളൊന്നും കളിക്കണില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഇത് എപ്പോഴും പച്ചപ്പായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതിനെ ഡെയിലി നനക്കൽ നിർബന്ധമാണ് കേട്ടോ. നന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ ചകിരി ഇതൊക്കെ പിന്നെ ഹാർഡായിപ്പോയാൽ അതിൻ്റെ വീർപ്പം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും അതേമാതിരി ആക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എന്നും ഡെയിലി ഓർക്കിഡുള്ളവർ ഡെയിലി നനച്ചു കൊടുക്കുക. പിന്നെ ഇതൊരു ഇൻഡോർ ചെടിയാണ് കേട്ടോ. ഇൻഡോർ ആണെങ്കിൽ ഇത് ബിഗോണിയൻ്റെ ഏകദേശം ഒരു രൂപമാണെങ്കിലും ബിഗോണിയ അല്ല കേട്ടോ. ഇത് പിന്നെ ഇതിൻ്റെ ഈ ഇലൻ്റെ പ്രത്യേകത ഈ ഒരു ലൈനാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് തൈകളത്ര ഇത് ഉണ്ടായിട്ടില്ല, ഇത് വളം ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ. ഇത് തൈകൾ ഇവിടെ ഇനി ഉണ്ടാവാനുള്ളൊരു ഒരുക്കാണെന്ന് തോന്നണത്. ഇത് നമ്മൾ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് ആണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വേര് ഓൾറെഡി ഉണ്ടല്ലോ, വേണമെങ്കിൽ വേറെ തൈ ആക്കിയെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് വേറെ ഒരു ചെടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേര് കണ്ടില്ല, അവിടെ വെയിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. നമുക്ക് ഇൻഡോർ ആക്കി എടുക്കാം കേട്ടോ. ഇത് കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ തയ്യാക്കി. ഇതിൻ്റെ വേരുണ്ടോ, ഇതൊക്കെ പിന്നെ ഈ വേര് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് പുറത്ത് ചാടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക, അതിൽ തന്നെ നിൽക്കട്ടെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്ടിയിൽ പോയിട്ട് അത് അവിടെ തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഇലയാണ് ഇതിട്ട്, ഇതിൻ്റെ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല കലാമലിൻ്റെ ഇൻഡോറാക്കി വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ തുടച്ച് കൊടുക്കും. ഇൻഡോറാക്കി വെക്കുമ്പോൾ നമ്മളിത് ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി തുടച്ച് കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ പിന്നെ അതിൻ്റെ ആ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ അടിഭാഗം പുതിയ തളിര് വരുന്നത് ഇതിങ്ങനെയാണ്, ഇതല്ലേ നല്ല ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ പ്രോത്സാഹനമാണ് പുതിയ വീഡിയോകൾ ഇടാൻ
പിന്നെ പ്രേരിപ്പിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.